വൈസ് ചാൻസലർമാരെ ഗവർണർ എന്നുള്ള നിലയിൽ തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധപൂർവം ഭീഷണിപ്പെടുത്തിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ ഈ RSSന്റെ പരിപാടിയിൽ പോകുന്ന വ്യക്തികളെയൊന്നും ആ സ്ഥാനത്തേക്ക് ഇരുത്തിക്കൊണ്ട് പോകേണ്ട ഒരു കാര്യവുമില്ല. അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സർക്കാർ പ്രതിനിധി സർക്കാർ പറഞ്ഞിട്ടാണോ പോയത്? അതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. സർക്കാർ പ്രതിനിധി സർക്കാരിന്റെ അനുവാദമില്ലാതെ പോയി കഴിഞ്ഞാൽ സർക്കാർ ആ പ്രതിനിധി സ്ഥാനത്ത് നിന്ന് അയാളെ മാറ്റണം. അതാണ് ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ അക്കാര്യം. അത് BC-മാരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമായിരുന്നില്ല. നമസ്കാരം. RSS അനുകൂല ശിക്ഷാ സംസ്കൃതി ഉദ്ധാൻ നാസിന്റെ ജ്ഞാനസഭയിൽ സർവകലാശാല വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് വിവാദത്തിൽ. വിലക്ക് മറികടന്ന് RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാർക്കെതിരെ നിലപാട് കടുപ്പിച്ച സർക്കാർ. വൈസ് ചാൻസലർമാർക്കെതിരെ പരസ്യ വിമർശനവുമായി മന്ത്രിമാരടക്കം രംഗത്തെത്തിയതോടെ പോര് പുതിയ തലത്തിലാണ്. സർക്കാർ നേരിട്ട് നിയമിച്ച കുഫോസ് VC പരിപാടിയിൽ പങ്കെടുത്തതും സർക്കാരിനെ വെട്ടിലാക്കി. അക്കാദമിക് സമൂഹത്തിന് മുന്നിൽ ഭാവിയിൽ VC-മാർക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വരുമെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന്റെ പ്രതികരണം. VC-മാരെ ഭീഷണിപ്പെടുത്തിയാണ് ഗവർണർ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചതെന്ന് മന്ത്രി V ശിവൻകുട്ടിയും കുറ്റപ്പെടുത്തി. എന്തിനാണ് ജ്ഞാനസഭ? സഭയിൽ പങ്കെടുത്ത VC-മാർ ഉത്തരവാദിത്വം മറന്നോ? മതനിരപേക്ഷമായിരിക്കേണ്ട സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു. സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം RS ശശികുമാർ, സിൻഡിക്കേറ്റ് മുൻ അംഗം, LG ലിജീഷ്, CPM പ്രതിനിധി, ശ്രീ ശ്യാം രാജ്, BJP പ്രതിനിധി, M ഷാജർ ഖാൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ RS ശശികുമാർ. ഇവിടെ ഇപ്പോൾ ഗവർണർ ഭീഷണിപ്പെടുത്തി VC-മാരെ പങ്കെടുപ്പിച്ചതാകാം എന്നൊക്കെയുള്ള നിഗമനങ്ങൾ മന്ത്രിമാർ പറയുന്നുണ്ട്. കേരളത്തിൽ എങ്ങനെ ഇങ്ങനെ ഒരു സഭ ചേർന്നു ഈ ലക്ഷ്യത്തോടു കൂടി എന്ന സംശയം നിൽക്കുന്നു. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? VC-മാർ സ്വന്തം ഇഷ്ടപ്രകാരം പോയി എന്നാണോ, അതോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിൽ അടിപ്പെട്ടവർ പോയി എന്നാണോ താങ്കൾ കരുതുന്നത്? ഇന്നുള്ള ഈ വിവാദങ്ങൾക്ക് പൂർണ്ണമായും ഉത്തരവാദി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവാണ്. വാസ്തവത്തിൽ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ബിന്ദുവിന്റെ പ്രതികരണങ്ങൾ, ഇന്ന് മറ്റൊരു പ്രതികരണം കണ്ടുവെങ്കിലും ഇതിൽ പങ്കെടുത്ത മന്ത്രിമാർ, സോറി, ഈ റിവേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ PCR പറഞ്ഞത് ശരിയാക്കാം. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാർ രാജിവെക്കണം, അവരെ പുറത്താക്കണം എന്നുള്ള അഭിപ്രായം പറഞ്ഞിരിക്കുന്ന മറ്റൊരു മന്ത്രിയാണ്, അത് ശിവൻകുട്ടിയാണ്. എന്താ മന്ത്രി ഒന്നും പറയാത്തത്? അവിടെയാണ് ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ ഇവിടെ ഒരു വിവാദം ഉണ്ടാക്കുന്നതിന് പൂർണ്ണ ഉത്തരവാദി മന്ത്രി R ബിന്ദുവാണ്. കാരണം നമ്മുടെ മതേതര മൂല്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുള്ളതായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം. അക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. പക്ഷേ കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 4 വർഷ ബിരുദ കോഴ്സ് നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ അതിന് ചുവന്ന പരാവതാനി വിളിച്ചത് കേരള സർക്കാരാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാടോ നമ്മുടെ കർണാടക സർക്കാരോ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കണമെന്ന് പറഞ്ഞാൽ അവരിതിൽ നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ അത് നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ, ഇവിടെ നടപ്പിലാക്കിയതിൽ ഒരുപാട് അപാകതകളുണ്ടെന്നുള്ള കാര്യം വ്യാപകമായിട്ട് അറിഞ്ഞപ്പോൾ, ജ്ഞാനസഭ എന്ന് പറയുന്നത് RSSന്റെ നേതൃത്വത്തിലുള്ള ഒരു സഭയാണ്. അവരെ സഭ ചേരുന്നു. ആ സഭയിൽ വൈസ് ചാൻസലർമാർ ക്ഷണിക്കുന്നു. വാസ്തവത്തിൽ വൈസ് ചാൻസലർമാർ പോകുമ്പോൾ അത് തീർച്ചയായിട്ടും തെറ്റായ സന്ദേശം നൽകുമെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഉൾപ്പെടെ പ്രസ്താവന ഇറക്കിയത്. പക്ഷെ അപ്പോൾ തന്നെ മന്ത്രി പറഞ്ഞെന്താ, വൈസ് ചാൻസലർമാർക്ക് ജ്ഞാനസഭയിൽ പങ്കെടുക്കാം, ഇതൊരു സമ്മേളനമാണ്, അവിടെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. നടപ്പിലാക്കിയപ്പോൾ ദേശീയ വിദ്യാഭ്യാസ അങ്ങനെ തിരുത്താനോ, അങ്ങനെ വല്ലപ്പോഴും തിരുത്താനുള്ളതാണോ മന്ത്രി? മന്ത്രി എന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് സൗകര്യം പോലെ മാറ്റാനുള്ളതാണോ? അത് പറഞ്ഞത് എന്താ? പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസം ഈ സമ്മേളനം നടക്കുന്നതിന്റെ തലേദിവസം പറയുമ്പോഴത്തേക്കും ഈ വൈസ് ചാൻസലർമാർ, പോകാൻ താല്പര്യമില്ലായിരുന്ന വൈസ് ചാൻസലർമാർ പോലും ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. അവർ പറഞ്ഞ ന്യായം എന്താ? വൈസ് ചാൻസലറോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് പങ്കെടുക്കുന്നത്? അപ്പോൾ പറഞ്ഞത്, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന്റെ കീഴിലാണ് നമ്മുടെ സർവകലാശാലകൾ, ഞങ്ങൾ അതിലെ അംഗമാണ്. അപ്പോൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന്റെ ചാൻസലർ, അതിന്റെ ചെയർമാൻ പങ്കെടുക്കുന്ന സമ്മേളനമാണ്, അതുപോലെ ഗവർണർ പങ്കെടുക്കുന്ന സമ്മേളനമാണ്. ആ സമ്മേളനത്തിന് മാത്രമായി ഞങ്ങൾ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞത് അവർക്ക് പച്ചക്കൊടി കാട്ടിയത് മന്ത്രി ബിന്ദുവാണ്.
ആ ബിന്ദുവിന് സൗകര്യം പോലെ പറയാനുള്ളതല്ല വൈസ് ചാൻസലർമാർ. വൈസ് ചാൻസലർമാർ എന്ന് പറയുന്നത് ബിന്ദുവിന്റെ കളിപ്പാട്ടങ്ങളല്ല. അത് കഴിഞ്ഞിട്ട് സമ്മേളനത്തിന്റെ തലേദിവസം നമ്മുടെ ഗോവിന്ദൻ വിളിച്ചു പറയാൻ ആരും പോകാൻ പാടില്ല. ഗോവിന്ദൻ ആരാ പറയാൻ? മന്ത്രി എന്ന് പറഞ്ഞ പ്രോ ചാൻസലറാണ്. പ്രോ ചാൻസലർ പറയുന്നത് ആണോ വൈസ് ചാൻസലർമാർ ശ്രദ്ധിക്കേണ്ടത്? ഗോവിന്ദൻ പറയുന്നതാണോ? അപ്പൊ ഇവരെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മുഖ്യ കാരണക്കാരിയായി മാറിയ മന്ത്രി ബിന്ദുവാണ്. ഇപ്പോൾ മന്ത്രി ഒളിച്ചോടുകയാണ്. ഇന്ന് CPM കൊടുത്തതനുസരിച്ച് ഒരു വലിയ ലേഖനം അവർ പത്രക്കുറിപ്പായിട്ട് ഇറക്കിയിട്ടുണ്ട്. ശ്രീ ആർ ശശികുമാർ, ഇതിപ്പോൾ മന്ത്രി എന്ത് പറഞ്ഞാലും ഒരു ഡോക്ടർ ബിജുകുമാർ ഒഴിച്ചുള്ള മറ്റുള്ളവർ പങ്കെടുക്കുമായിരുന്നില്ലേ? ഒരു പക്ഷേ ബിജുകുമാർ മന്ത്രി സ്വരം കടുപ്പിച്ചിരുന്നുവെങ്കിൽ വിട്ടുനിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിനപ്പുറം ബാക്കി എല്ലാവരും വിട്ടുനിൽക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇതിനകത്ത് ഏറ്റവും വലിയ നമ്മുടെ കേരള VC അല്ല ഹെൽത്ത് സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമേൽ പിണറായി സർക്കാരിന്റെ ഒന്നാം സർക്കാർ നിയമിച്ച വൈസ് ചാൻസലർ തന്നെയാണ്, വേറെ ആരുമല്ല. അദ്ദേഹം പങ്കെടുക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കി. എന്നാൽ ഡോക്ടർ രവീന്ദ്രൻ ഉൾപ്പെടെ ആദ്യം പറഞ്ഞത് ഞാൻ എന്തായാലും പങ്കെടുക്കുന്നില്ല, ഇങ്ങനെയുള്ള മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയില്ല. അപ്പം മന്ത്രി ബിന്ദു പറഞ്ഞു കഴിഞ്ഞു മിത്രന്റെ യോഗമാണ്, അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് പോകുക. അദ്ദേഹം ആ യോഗത്തിൽ മാത്രം പങ്കെടുത്തു. അപ്പോൾ ഇനി മറ്റൊന്ന്, CPMന്റെ തന്നെ സംഘടനയിലുള്ള ഒരാളാണ് ഇപ്പോൾ അവസാനം നിയമിച്ച ഹെൽത്ത് നമ്മുടെ ഫിഷറീസ് മിനിസ്റ്റർ ശുപാർശ അനുസരിച്ച് ഗവർണർ നിയമിച്ച ബിജുകുമാറും ആ അടിസ്ഥാനത്തിലാണ് പങ്കെടുത്തത്. അപ്പോൾ പങ്കെടുത്തതിന് ശേഷം ഇപ്പോൾ അവർ പങ്കെടുത്തത് തെറ്റാണെന്ന് പറയാൻ പാടില്ല. ഇവരെ പങ്കെടുപ്പിക്കരുതായിരുന്നു. അവരെ പങ്കെടുപ്പിക്കാൻ പ്രേരണ കൊടുത്ത മന്ത്രി തന്നെ ഒളിച്ചോടുകയാണ് ചെയ്തത്. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇത് തന്നെയാണ് കേരളത്തിലെ സെനറ്റ് ഹാളിൽ നടന്ന ഭാരതാംബ വിഷയത്തിലും. ഭാരതാംബയ്ക്ക് വേണ്ടി ഹാൾ കൊടുത്തതാരാ? ഈ സർക്കാർ, ഈ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ഹാൾ കൊടുത്തതിന് ശേഷം ഒരു വാടക ഹാൾ കൊടുത്തിട്ട് അവർ നടത്തുന്ന പ്രോഗ്രാമിനെ അവസാനം ഭാരതാംബ ഇവിടെ പടം വെച്ചിരിക്കുന്നത് റദ്ദാക്കി. അത് ശരിയാണോ? അപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവർ തന്നെയാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ മറ്റു ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങളാണ്. അല്ലാതെ RSSന്റെയോ അവരുടെ സമ്മേളനം നടക്കുന്നതല്ല. RSSന്റെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ജോലിയാണ് ഇവിടെ ഇപ്പൊ CPM ചെയ്തു വരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, അവർക്ക് പൊളിറ്റിക്കൽ ഇന്റൻഷനാണ്. വാസ്തവത്തിൽ അവര് സമ്മേളനം നടത്തുമ്പോൾ അവരുടെ ആൾക്കാർ വെച്ച് സമ്മേളനം നടത്തണം. ഓരോ പാർട്ടിയും നടത്താറുണ്ടല്ലോ. പക്ഷേ വൈസ് ചാൻസലർമാർക്ക് പങ്കെടുക്കണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പറയണം, ഏത് മീറ്റിങ്ങുകളിലും ഏത് വൈസ് ചാൻസലർക്ക് പങ്കെടുക്കാം. കാരണം RSS എന്ന് പറയുന്നതും ഒരു നിരോധിക്കപ്പെട്ട സംഘടനയല്ല. അപ്പോൾ വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ലാതെ പൊളിറ്റിക്കൽ ഇന്റൻഷനോടുകൂടി RSSനും BJPക്കും കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്ന CPM. അതിന്റെ ഭാഗമായിട്ട് VC-മാർക്ക് പങ്കെടുക്കാമെന്ന് ആദ്യം പറഞ്ഞെങ്കിൽ അത് ഞാൻ അവരെ ഓർമ്മിക്കാൻ പറഞ്ഞില്ല. പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് ആദ്യം അഭിപ്രായം പറയുക, വൈസ് ചാൻസലർ പങ്കെടുക്കുക, അപ്പോൾ ഗവൺമെന്റിനെ കൊണ്ട് തിരിച്ചു പറയിക്കുക, അവിടെ വിവാദം ഉണ്ടാക്കുക. ഇത് ഒരിക്കലും വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഭൂഷണമല്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ വിവാദം ഉണ്ടാക്കിയതിന് പൂർണ്ണ ഉത്തരവാദി ബിന്ദുവും CPM-ഉമാണ്. ശരി, ശ്രീ ലിജീഷ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്ന ആരോപണം സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോൾ ഗവർണർ തലവൊക്കും, പ്രശ്നങ്ങളുണ്ടാകും, അതിനുശേഷം രാത്രിയുടെ മറവിൽ അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തിയത് കോംപ്രമൈസ് ചെയ്യും എന്നതായിരുന്നു പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തിയിരുന്ന ആരോപണം. ഇപ്പോൾ ഈ വിഷയത്തിലും സർക്കാരിന് VC-മാർ പങ്കെടുക്കണമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നില്ല. കൃത്യമായി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അവസാനം VC-മാർ പങ്കെടുത്തു, അത് വിവാദമായി മന്ത്രിമാർ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം മനഃപൂർവ്വം ബോധപൂർവം സൃഷ്ടിച്ചു എന്നതാണ് ആരോപണം. വളരെ രസകരമായ സംസാരമാണ് നടന്നത്. ഇപ്പോൾ കേരളത്തിനകത്ത് കൊച്ചിയിൽ വിജ്ഞാനസഭ എന്ന പേരിൽ RSS ഒരു പരിപാടി സംഘടിപ്പിച്ചു. അത് വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾക്കകത്ത് ഭാരതീയതയും അതുപോലെ അവരുടെ രീതിയിൽ പറഞ്ഞാൽ എങ്ങനെ കാവ്യവൽക്കരിക്കാം എന്ന രീതി പഠിക്കാനും അതിനകത്ത് എന്തൊക്കെ ഉൾച്ചേർക്കാനും ഒക്കെ വെച്ചുകൊണ്ടുള്ള വിശാലാടിസ്ഥാനത്തിലുള്ള ഒരു സമ്മേളനമാണ് അവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ സമ്മേളനത്തിനകത്ത് അവർ സംഘടിപ്പിക്കുന്നതിലൊന്നും ഞങ്ങളെതിരല്ല. പക്ഷെ ആ സമ്മേളനത്തിനകത്ത് ഇന്ത്യയിലെയും കേരളത്തിലെയൊക്കെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കണം, ഇത് ഗവർണർ പങ്കെടുക്കുന്നുണ്ട്, ചാൻസലർ പങ്കെടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും പരിപാടിയിൽ പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിദ്യാഭ്യാസ അല്പത്തരമാണ്. കാരണം നമുക്കറിയാം, സർവകലാശാലകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നതാണ്.
കേരളത്തിലെ സർവകലാശാലകളൊക്കെ ലോകത്തിന് തന്നെ മാതൃകയായ സർവകലാശാലകളാണ്. അതിനകത്തൊക്കെ VC-മാരായി പലപ്പോഴും വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്രയേറെ ഉന്നത ശീർഷന്മാരായ വ്യക്തിത്വങ്ങളാണ് ഇതുപോലെ വൈസ് ചാൻസലർ പദവിയിലേക്കൊക്കെ വരാറുള്ളത്. എന്നാൽ ഇപ്പോൾ ചാൻസലർ എന്ന് പറയുന്ന സംവിധാനത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് RSS അവരുടെ അജണ്ട നടപ്പിലാക്കി തുടങ്ങുകയാണ്. ഇപ്പോൾ കേരളത്തിനകത്ത് 4 VC-മാർ, അതിൽ 3 VC-മാരാണ് ഈ വിജ്ഞാന സഭയിൽ പങ്കെടുത്തതെന്നാണ് പറയുന്നത്. ഒരു VC അതുമായി ബന്ധപ്പെട്ട സെമിനാർ പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 3 VC-മാരെയും പരിശോധിച്ചു കഴിഞ്ഞാൽ RSS എന്താണോ പറയുന്നത് അത് അതേപടി സ്വീകരിക്കുന്ന, ഇനി RSS പറയുന്നതിനപ്പുറത്ത് എന്തെങ്കിലും ചെയ്ത് അവരോട് ഭക്തി കാണിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്ന VC-മാരാണ്. അത് കാലിക്കറ്റിലെ VC പ്രൊഫസർ രവീന്ദ്രൻ സാറായാലും അതുപോലെ തന്നെ മോഹനൻ കുന്നുമ്മലായാലും കണ്ണൂർ VC ആയാലും എല്ലാം. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നേരത്തെ BJP-യുടെ പ്രതിനിധി പറഞ്ഞാണ് രസം. BJP-യുടെ പ്രതിനിധി പറയുന്നത് ഇതെല്ലാം ഞങ്ങൾ സൃഷ്ടിച്ചതാണ്. ഉന്നത വിദ്യാഭ്യാസ BJP പ്രതിനിധി അല്ല സംസാരിച്ചത്, ശ്രീ RS ശശികുമാർ ആണ് സംസാരിച്ചത്. ശ്രീ ലിജീഷ്, BJP പ്രതിനിധിയായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്യാംരാജ് ആണ്. ശ്യാംരാജിലേക്ക് ഞാൻ പോയിട്ടില്ല. പറഞ്ഞ ആയിക്കോട്ടെ, വരട്ടെ, ആയിക്കോട്ടെ. ആയിക്കോട്ടെ. അപ്പൊ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് BJP പ്രതിനിധിയാണെന്ന്. അത് ചിലപ്പോൾ എന്റെ തെറ്റിദ്ധാരണയായിരിക്കും, പക്ഷെ കേൾക്കുന്ന എല്ലാവർക്കും തോന്നുക അയാൾ BJP-യുടെ പ്രതിനിധിയാണെന്ന്. ഇനി നിങ്ങൾ എങ്ങനെയും വ്യാഖ്യാനിക്കും. ഇപ്പോ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് സമ്മേളനം, അതൊരു അസുഖമാണ്. ആയിക്കോട്ടെ, ഞാൻ പറയട്ടെ എന്ന്. നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടെന്നല്ലേ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾ പറയാൻ സമയമൊക്കെ ഉണ്ടല്ലോ, 1 മണിക്കൂർ ഉണ്ടല്ലോ. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നാണ് മറ്റൊന്ന് പറഞ്ഞത് ഇതിന്റെ ഇടയിൽ. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഒരു പരിപാടി കേരളത്തിനകത്ത് സംഘടിപ്പിക്കുമ്പോൾ അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായൊക്കെ ആലോചിച്ചിട്ടാണ് സംഘടിപ്പിക്കേണ്ടത്. അത് മാത്രമല്ല, അതിനകത്ത് വരുന്ന വിഷയങ്ങളായാലും പ്രബന്ധങ്ങളായാലും ചർച്ചകളായാലും എല്ലാം അതിനൊക്കെ കൃത്യമായ വ്യക്തതയായ കാര്യങ്ങളുണ്ട്. കൃത്യതയും വ്യക്തതയും ഒക്കെ വേണം. അത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായിട്ടൊക്കെ ആലോചിക്കണം. ശ്രീ ലിജീഷ്, ഞാൻ ചോദിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അത് അങ്ങനെ ഒരു കൂടിയാലോചനയെ ഇല്ലാതെയാണ് ഈ പരിപാടി നടക്കുന്നതെന്ന ധാരണ ആദ്യം ഉണ്ടായിരുന്നില്ലേ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് VC-മാർ ഇങ്ങനെ ഈ മതനിരപേക്ഷമല്ലാത്ത ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയൊക്കെയുള്ള സംഘടനയുടെ ഭാഗമായി നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശരിയല്ല എന്ന കാര്യം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയാത്തതാണോ? എന്തുകൊണ്ടാണ് അവർ വ്യക്തിപരമായി പങ്കെടുക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ ആദ്യം ഒരു ന്യായീകരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? അല്ല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യക്തമാക്കിയത് എനിക്ക് പറയാനില്ല, അത് ക്ലിയറാണ്. അതെ, ഇന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവർ പങ്കെടുത്തതിന്റെ ഭാഗമായി ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചെല്ലാം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വളരെ വ്യക്തതയോടെ പറഞ്ഞു കഴിഞ്ഞു. ഈ കേസ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ആലോചിച്ചിട്ടൊന്നുമല്ല ഈ വിജ്ഞാന സഭയും ഈ മോഹൻ ഭാഗവതിന് RSS-ന്റെ മേധാവിയും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിനകത്ത് ചാൻസലർ പങ്കെടുക്കുകയാണ്. എന്നിട്ട് മോഹൻ ഭാഗവത് അതുപോലെ ഇവരുടെ RSS-ന്റെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ വിദ്യാഭ്യാസ പ്രഭാഷണങ്ങൾ നടത്തുകയാണ്. അവരുടെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? ഈ പോകുന്ന VC-മാർക്ക് അറിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, VC-മാർ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന പൊസിഷൻ ഏതാണെന്ന്. ഈ പറയുന്ന 3 ആളായാലും 4 ആളായാലും അവർക്കൊക്കെ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാന്യത എന്ന് പറഞ്ഞാൽ അത്യുന്നതമായ പദവിയിലാണ് VC-മാർ ഇരിക്കുന്നത്. അതൊരു പൊളിറ്റിക്കൽ പദവിയേ അല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനമേ അല്ല. ഇവരെല്ലാം ഈ അടുത്ത കാലത്ത് എടുക്കുന്ന നിലപാടെല്ലാം പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാനിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയാണ്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ VC-യുടെ ചേംബറിൽ വെച്ച് ഒരു ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചു. അത് സേവാഭാരതിയുടെ സേവാനിധിയുമായി ബന്ധപ്പെട്ട RSS-ന്റെ നേതാക്കന്മാർ വന്നിട്ട് പരിപാടി സംഘടിപ്പിക്കുകയാണ്. VC-യുടെ ചേംബറിൽ വെച്ചിട്ടാണ് അതിന്റെ ഉദ്ഘാടനം, ജില്ലാതല മലപ്പുറം ജില്ലയുടെ ഉദ്ഘാടനം സംഘടിപ്പിക്കുന്നത്. അങ്ങനെ RSS-ന്റെ പക്ഷപാതിത്വപരമായി RSS-ന് വിടുപണി ചെയ്യുന്ന ആളുകളായി VC-മാർ മാറുകയാണ്. ഇത് എങ്ങോട്ടാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ഇവർ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അപകടകരമായ പ്രശ്നം. അതുകൊണ്ടാണ് ഈ വിജ്ഞാന സഭയായാലും RSS പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്തായാലും അതിനെയൊക്കെ തിരിച്ചറിയാനുള്ള വിവേകശേഷിയുള്ള VC-മാരാണ് വരേണ്ടത്. അല്ലാതെ കേരളത്തിന്റെ താങ്കൾ ഈ പറഞ്ഞത് കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ P രവീന്ദ്രന്റെ കാര്യത്തിലാണെങ്കിൽ, കണ്ണൂർ സർവകലാശാല VC ഡോക്ടർ KK സജുവിന്റെ കാര്യത്തിലാണെങ്കിൽ ഓക്കെ, മോഹൻ കുന്നുമലിന്റെ നിയമനം എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാമല്ലോ. ഡോക്ടർ ബിജുകുമാറിന്റെ നിയമനം എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാമല്ലോ. ബിജുകുമാറിന്റെ VC-ആയി നിയമിച്ചതിന് ശേഷം നൽകിയ സ്വീകരണവും ഒക്കെ അറിയാമല്ലോ. അവർ രണ്ടും പങ്കെടുത്തതിൽ കുറ്റക്കാർ ആരാണ് ലിജീഷ്? അല്ല, ഇതിൽ നമ്മൾ കാണേണ്ടത് എന്താണെന്നറിയോ?
ഇത് ഇവർക്കൊക്കെ വൈസ് ചാൻസലർമാരായി തുടരാൻ, അതുപോലെ തന്നെ എന്തെങ്കിലും ഇതുപോലെ അധികാരത്തിന്റെ അപ്പക്കഷ്ണം കിട്ടി അതെല്ലാം പോയി നുകരാനുള്ള ആർത്തിയാണ് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട്. ഞാൻ പറഞ്ഞത് ഇപ്പൊ കാലിക്കറ്റ് VC-യുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റിലേക്ക് മത്സരം വന്നപ്പോൾ അവിടെ ഇടതുപക്ഷത്തിനെതിരായി മത്സരിച്ച ആളായിരുന്നു പ്രൊഫസർ രവീന്ദ്രൻ സാറ്. മത്സരിച്ചു പരാജയപ്പെട്ടു, അത് സ്വാഭാവികം, അതങ്ങനെ നിൽക്കട്ടെ. അയാൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നു, അവിടുത്തെ അധ്യാപക സംഘടനയുടെ നേതാവായിരുന്നു. എന്തേ നിങ്ങളത് പറയാത്തത്? അധ്യാപക സംഘടനയുടെ നേതാവാണ് പ്രൊഫസർ രവീന്ദ്രൻ എന്ന് പറയുന്ന ആള്. അയാൾ പിന്നീട് BJPക്ക് അനുകൂലമായ കുറച്ച് ലേഖനങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ ഇടുമ്പോഴത്തേക്ക് BJP ആയി മാറുക, അതിനുശേഷം BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുക, എന്നിട്ട് താൽക്കാലിക VC ആയി വരിക. ഇനി സ്ഥിരം VC ആക്കാൻ പറ്റുമോ എന്നുള്ള താവളം തേടുകയാണ് VC-മാർ. അത് മോഹനൻ കുന്നുമലാവട്ടെ, അതുപോലെ തന്നെ ഇപ്പറഞ്ഞ രവീന്ദ്രൻ സാർ ആവട്ടെ, അതുപോലെ തന്നെ മറ്റുള്ളവരാവട്ടെ, എല്ലാവരും എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ അധികാരത്തിന്റെ അപ്പക്കഷ്ണം നുകരാൻ വേണ്ടി നിൽക്കുകയാണ്. ഇങ്ങനെയാണോ വിദ്യാഭ്യാസ രംഗത്തെ വൈസ് ചാൻസലർമാർ കൈകാര്യം ചെയ്യുക? അതാ ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റൊരു രാഷ്ട്രീയ പൊസിഷൻ അല്ല, മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങളല്ല. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ആളുകളാണ്. വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടുള്ള പ്രത്യേകതയാണ്. ആ പ്രത്യേകത തകർക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ വെച്ചുകൊണ്ട് വിജ്ഞാന സഭ എന്ന് പറയുന്ന പരിപാടി RSS മേധാവിയെ കൊണ്ട് നടത്തിക്കുന്നത്. അതിൽ പോയി VC-മാർ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം അല്പത്വം വേറെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശ്രീ ഷാജിദ് ഖാൻ, ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ശ്യാംരാജ്, അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ കൊടുത്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നെടും തൂണുകളായ അതിനെ നേർവഴിക്ക് നടത്തേണ്ട VC-മാരെ പാട്ടിലാക്കി കാവ്യവൽക്കരണം നടത്തുകയാണോ? യഥാർത്ഥത്തിൽ ഇവിടെ അതാണോ നടക്കുന്നത്? എനിക്ക് മുമ്പേ സംസാരിച്ച വ്യക്തി അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഈ കാര്യത്തെ കുറിച്ച് നിലവിൽ നടന്നിട്ടുള്ള ഈ ജ്ഞാനസഭയെ കുറിച്ച് അദ്ദേഹത്തിന് വലിയ ജ്ഞാനമില്ല എന്നും എവിടെ നിന്നോ കേട്ടിട്ടുള്ള ചില ക്യാപ്സ്യൂളുകൾ ഇവിടെ വന്നിട്ട് വിതരണം ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നുമാണ് എനിക്ക് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോൾ തോന്നിയത്. കുറഞ്ഞ എന്താ ഞാൻ പറഞ്ഞോളെ, താങ്കളുടെ സമയത്ത് താങ്കൾ പറഞ്ഞോളൂ, താങ്കളുടെ സമയത്ത് താങ്കൾ പറഞ്ഞോളൂ, എന്റെ സമയത്ത് ഞാൻ പറയട്ടെ. താങ്കളുടെ സമയത്ത് താങ്കൾ സംസാരിക്കുന്നത് ശ്യാംരാജാണ്, BJP പ്രതിനിധിയാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഷാജർ ഖാനിലേക്ക് വരാമെന്ന് പറഞ്ഞത് ഞാൻ ശ്യാംരാജിലേക്ക് പോവുകയായിരുന്നു. താങ്കളുടെ സമയത്തെ കുറിച്ച് ഞാൻ അത് പറയൂ. എന്റെ സമയത്ത് ഞാൻ താങ്കൾ ഇവിടെ കുറച്ചു മുമ്പേ ഗിരിപ്രഭാഷണം നടത്തിയല്ലേ? താങ്കളുടെ സമയം എന്റെ സമയം വ്യക്തിപരമായി തർക്കത്തിലേക്ക് പോകണ്ട, ശ്യാംരാജ് പറഞ്ഞോളൂ. എന്റെ സമയത്ത് ഞാൻ പറയട്ടെ, താങ്കളുടെ സമയത്ത് താങ്കൾ പറയൂ. എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്, അത് കേൾക്കണം. നിങ്ങളുടെ സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ സമയത്ത് നിങ്ങൾ പറയണമെന്ന്. BJP പ്രതിനിധി ശ്യാംരാജാണ് ലിജേഷ് പങ്കെടുക്കുന്നത്, BJP പ്രതിനിധിയാണ് അദ്ദേഹം. ഇതൊക്കെ കയ്യിൽ വെച്ചാൽ മതി, വെറുതെ എന്താണ്? ശ്യാംരാജിന് പറഞ്ഞോട്ടെ ലിജേഷ്, അതിനുശേഷം മറുപടി പറയാം. എന്റെ സമയത്ത് ഞാൻ പറയട്ടെ എന്ന് നിങ്ങൾ കുറച്ചു മുമ്പേ ഗിരിപ്രഭാഷണം നടത്തിയല്ലോ. രേണുക, ഇത് ശരിയല്ല. അദ്ദേഹം വഴങ്ങി, താങ്കൾ ഇനി പറഞ്ഞോളൂ. ഓക്കെ, എന്റെ സമയത്ത് ഞാൻ പറഞ്ഞോളൂ, അതിനുശേഷം അദ്ദേഹത്തിന് പറയാനുള്ളത് ഞാൻ പറയട്ടെ. ഒന്ന്, ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇത് എന്താണ് ഈ ജ്ഞാനസഭ എന്നുള്ളതും ആരാണ് സംഘടിപ്പിച്ചത് എന്നുള്ളതും ഈ ജ്ഞാനസഭയിൽ എന്താണ് സംസാരിച്ചിട്ടുള്ളത് എന്നെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം ഈ ചർച്ചയിൽ വന്നിട്ട് ഇരിക്കാൻ വേണ്ടിട്ട്. രേണുക, നിങ്ങളുടെ അടക്കമുള്ള മാധ്യമങ്ങൾക്കെല്ലാം അവിടെ എൻട്രി ഉണ്ടായിരുന്നല്ലോ. ഇത് ഞാൻ പറയട്ടെ, വീണ്ടും നിങ്ങളുടെ സമയത്ത് പറയുന്നത് ഈ സ്ഥിരം പരിപാടിയാണ്. നിങ്ങൾക്ക് പറയാനൊന്നുമില്ലെങ്കിൽ അത് പറയും. ആളുകൾ കണ്ടോണ്ടിരിക്കലല്ലേ, നിങ്ങൾക്ക് പറയാനൊന്നുമില്ലെങ്കിൽ അത് പറയും. നിങ്ങൾക്ക് പറയാനൊന്നുമില്ലെങ്കിൽ അത് പറയുന്നത്. രേണുക, ഞാനിതിനകത്ത് ഇത് ശരിയല്ലോ. ഇത് താങ്കൾ പറഞ്ഞൊരു വിഷയത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ശ്രീ ശ്യാം തുടർന്നോളൂ. ലിജേഷ്, അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കിയിട്ട് താങ്കൾക്ക് ഞാൻ അവസരം നൽകാം. രേണുക, സൂമിലാണ് ഞാൻ ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എതിരെ ഇരിക്കുന്ന ആളുകൾ ആരാണെന്ന് ഇവരെന്താ പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പോലും പറ്റുന്നില്ല. നിങ്ങൾ ആങ്കർ ആണെങ്കിൽ ഇവരെ തടയാൻ വേണ്ടിട്ട് അത് പറയാം. അദ്ദേഹത്തെ അത് ഒരു ഡിബേറ്റിൽ പാലിക്കേണ്ട മര്യാദ എന്താണെന്ന് അദ്ദേഹത്തെ ആദ്യം പഠിപ്പിക്കും നിങ്ങൾ, എന്നിട്ട് ഇവിടെ വിളിച്ചിരുത്ത്. നിങ്ങൾ ഓരോ ആളുകൾക്ക് സമയമുണ്ടല്ലോ. വിമർശനത്തോടെ ഇത്ര അശ്രദ്ധ കാണിക്കുന്നത് എന്തിനാ? വിമർശനങ്ങൾ കേൾക്കണം. വ്യക്തിപരമായി തർക്കിച്ച് സമയം കളയുന്നത്. നമുക്ക് 4 പാനലിസ്റ്റുകളുണ്ട്, അവർക്ക് എല്ലാവർക്കും പറയാനുള്ള സമയം വേണം. ഷാമിന്റെ സമയം വെറുതെ കളയുകയാണ്. പറഞ്ഞോളൂ. ലിജേഷ് ദയവ് ചെയ്ത് സംസാരിക്കരുത്. ഷാം പറഞ്ഞ് അവസാനിപ്പിക്കൂ. ലിജേഷ് ദയവ് ചെയ്ത് കേൾക്കൂ. അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് ഞാൻ താങ്കൾക്ക് അവസരം നൽകാം, അപ്പോൾ മറുപടി പറയും. ഷാം പറയൂ. ഷാം വ്യക്തിപരമായുള്ള കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയാതെ ഈ വിഷയത്തിലേക്ക് വരും.
ശ്യാം പറയുന്നില്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് മൈക്ക് മ്യൂട്ട് ചെയ്യും. ശ്യാം പറഞ്ഞോളൂ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാതെ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് വരൂ. ഞാൻ വിഷയത്തിലേക്കാണ് വരുന്നത്. ഇത് പറയുമ്പോൾ ഇത്ര അസഹിഷ്ണുത എന്തിനാണെന്ന്, ഇത് പറയുമ്പോൾ ഇദ്ദേഹത്തിന് അസഹിഷ്ണുത ആദ്യമായിട്ടാണ് ഇദ്ദേഹം ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞാണെങ്കിൽ താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് എന്താ തോന്നുക? താങ്കൾക്ക് പറയാനൊന്നുമില്ല, അതുകൊണ്ട് വെറുതെ വ്യക്തിവിരോധം ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ. താങ്കൾ ഇവിടെ പറഞ്ഞു എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഇതിന്റെ സംഘാടകർ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? വികസിത ഭാരതത്തിന്റെ സൃഷ്ടിക്ക് രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഹ്രസ്വവും ദീർഘവുമായ കാലയളവിൽ ആവിഷ്കരിക്കേണ്ട സംഘടനാപരമായ പദ്ധതികൾക്കാണ് ചിന്തൻ ബൈഠക്കിൽ പ്രധാനമായും ചർച്ച ചെയ്ത് തീരുമാനമുണ്ടാകും. അപ്പോൾ സംഘടനാപരമായ വികസിത ഭാരതം എങ്ങനെ ഉണ്ടാക്കണമെന്ന അതിന്റെ സൃഷ്ടിയെ കുറിച്ചുള്ള ചർച്ചയാണ് അവിടെ നടത്തുന്നത്. അങ്ങനെയുള്ള ചർച്ചയിൽ എന്തിനാണ് ഡിസിമാരെ പങ്കെടുപ്പിക്കുന്നതെന്നാണ് ഇവിടുത്തെ ചോദ്യം. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമെങ്കിൽ നിങ്ങൾ ഇതിനെ വിളിക്കുന്നതിനാണ്. ഞാൻ കാര്യം പറയട്ടെ. ഒന്ന്, നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള സമയം എനിക്ക് തരണം. താങ്കൾ ഉത്തരം പറയാത്തത് കൊണ്ടല്ലേ ഞാൻ ആവർത്തിച്ച് ചോദിച്ചില്ലേ ശ്യാംരാജ്? രണ്ട്, ഞാൻ പറയട്ടെ ഇതിനകത്ത് ഒരാൾ ബഹളം ഉണ്ടാക്കിയാൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. എന്റെ സമയത്ത് ബഹളം ഉണ്ടാക്കിയാൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. അയാൾ ബഹളം ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ അടുത്ത് വന്ന് ബഹളം ഉണ്ടാക്കുന്നു. എന്താ നിങ്ങൾ ചോദ്യം ചോദിക്കുക? ഞാൻ പറയാനുള്ളത് പറയട്ടെ. അതിനകത്ത് ഒരു ബഹളം ഉണ്ടാക്കിയിട്ട് നിങ്ങളും കൂടെ ബഹളം ഉണ്ടാക്കിയാൽ ശരിയാവുക? ഇവിടെ 2-3 ദിവസമായിട്ട് നടന്നിട്ടുള്ളത് ശിക്ഷാ സംസ്കൃതി ഉദ്യാന്യാസ് എന്ന് പറയുന്ന ഞങ്ങളുടെ തന്നെ സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഒരു 3 ദിവസത്തെ ജ്ഞാനസഭയാണ്. ഇത് ഈ രാജ്യത്ത് ആദ്യമായിട്ടൊന്നുമല്ല. ഈ രാജ്യത്ത് ഓരോ 5 വർഷം കൂടുമ്പോഴും നടക്കുന്ന 5ാമത്തെ ജ്ഞാനസഭയാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത് മൈസൂരിലായിരുന്നു, അതിനു മുമ്പ് നടന്നിട്ടുള്ളത് മധുരയിലായിരുന്നു. ഇനി അടുത്ത 5 വർഷം കഴിയുമ്പോൾ 2030 ആകുമ്പോൾ ഇനിയും നടക്കും. അവിടെ നടന്നിട്ടുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ചുള്ള ചർച്ചകളാണ്. നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഈ പറയുന്ന വിസിമാര് മാത്രം, കേരളത്തിലെ വിസിമാര് മാത്രമൊന്നും ആയിരുന്നില്ല. ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റിയിലെ വിസിമാര്, അധ്യാപകർ, പ്രൊഫസർമാർ, റിസർച്ച് സ്കോളേഴ്സ്, അതായത് വിസിമാർ മാത്രമൊന്നുമല്ല, കേരളത്തിൽ തന്നെ വിവിധ വിഷയങ്ങളിൽ റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകളെ വിളിച്ചിട്ട് വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഈ നമ്മുടെ 1986-ലും അതിനുശേഷം 92-ലുമാണ് നമ്മുടെ വിദ്യാഭ്യാസ നയം വരുന്നത്, അതിന്റെ ഒരു മോഡിഫിക്കേഷൻ വരുന്നത്. അതായത് 10-35 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വിദ്യാഭ്യാസ നയം മാറ്റി പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യം വികസിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഒരു പോയിന്റ് പറയാം. ബഹുമാനപ്പെട്ട സർസംഖ്യാലോ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് പറയാം. 2047 നമ്മൾ വികസിത ഭാരതമാകുന്ന സമയത്ത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും മാറ്റം വരേണ്ടതായിട്ടുണ്ട്. ആരെങ്കിലും തരുന്ന ജോലി വാങ്ങുക എന്നതിനപ്പുറത്തേക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുക എന്നതാണ് മഹാത്മ്യം. ഈ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വരേണ്ട സമഗ്രമായിട്ടുള്ള പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും ചിന്തകളും ഓപ്പൺ ആയിട്ട് നടന്ന ഒരു സ്ഥലമാണ് അവിടെ. അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്ത ആളുകള്, അതിന് രാഷ്ട്രീയം കണ്ടെത്തുന്ന ആളുകള്, അതിന് അസഹിഷ്ണുതയുള്ള ആളുകള് ഇങ്ങനെ പലതും പറയും. വികസിത രാഷ്ട്രത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ട സംഘപരിവാർ വൽക്കരണത്തെ കുറിച്ച് നടന്ന ചർച്ചയായിരിക്കാം. താങ്കൾക്ക് അത് വളരെ ഗൗരവമുള്ളതായിട്ടും വളരെ നല്ലതായിട്ടും ഒക്കെ തോന്നും. പക്ഷേ നമ്മളുടെ സർവകലാശാലകൾ മതനിരപേക്ഷമായിരിക്കണമെന്നും അതിനെ നയിക്കുന്നവർ ആ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം എന്നുമുണ്ടല്ലോ. വിസിമാർക്ക് ഏതൊക്കെ ചടങ്ങുകളിൽ പങ്കെടുക്കണ്ട എന്ന തരത്തിലൊക്കെയുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മറികടന്നുകൊണ്ട് 200ഓളം വിസിമാരെ പങ്കെടുപ്പിക്കുന്നു. അതാണ് കുറുക്കുവഴിയിൽ നേരത്തെ നിതീഷ് സൂചിപ്പിച്ചതുപോലെ അധികാരത്തിന്റെ അപ്പകഷ്ണം കാണിച്ച് കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം അതിന്റെ തുടർന്ന് വരുന്ന, താങ്കൾ പറഞ്ഞു ഇത് 5ാമത്തേതാണെന്ന്, തുടർന്ന് വരുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് ഇവിടെ നടന്നതെന്ന് ആളുകൾ കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. ഈ ആ അപ്പകഷ്ണം കഴിച്ചവർക്ക് അങ്ങനെ പലതും തോന്നും. അവിടെ വന്നിട്ടുള്ളവരൊക്കെ നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്യുന്ന വിദ്യാഭ്യാസ രംഗത്ത് വിശിഷ്ടന്മാരായിട്ടുള്ള അധ്യാപകരും വിസിമാരും തന്നെയാണ്. അവരെ നിങ്ങൾ അടച്ചാക്ഷേപിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ എന്തർത്ഥത്തിൽ അടച്ചാക്ഷേപിക്കുന്നത്? 100-ലധികം വരുന്ന വിസിമാര് വരുന്നു. ഈ രാജ്യത്തു നിന്നുള്ള ഒട്ടുമിക്ക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ വരുന്നു. അവരെ ജേണുകയെ പോലെയുള്ള ഒരു TV ആങ്കർ എങ്ങനെ അവരെ അപമാനിക്കുക?
അവർ അധികാരത്തിന്റെ അപകർഷത്തിന് വേണ്ടി ഞാൻ അങ്ങനെ നിങ്ങൾക്കത് ഒരു സംഘടനയ്ക്ക് അത് നടത്താനുള്ള അവകാശത്തെയോ അവിടെ വരുന്നവരെയോ ഒന്നും കുറ്റപ്പെടുത്തിയതല്ല. പക്ഷെ BC-മാർ അതിൽ പങ്കെടുക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നതാണല്ലോ നമ്മളുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. 200ഓളം BC-മാർ പങ്കെടുക്കുമ്പോൾ അവർ 200 സർവകലാശാലകളെ നയിക്കുന്നവരാണ് എന്ന ബോധമുണ്ടല്ലോ. ആ 200 സർവകലാശാലകൾ ഏത് രീതിയിൽ ചിന്തിക്കണമെന്നും അവിടെ എന്തൊക്കെ നടപ്പാക്കണം എന്നുമുള്ള മാർഗനിർദ്ദേശമാണല്ലോ ഈ ചിന്തൻ ശിബിരിൽ ഉയർന്നു വന്നത്. ഈ അപകർഷണിക്കുന്ന ഉത്തരവില്ല, മാർഗനിർദ്ദേശം കൊടുത്തോ? അവിടെ നടന്നത് ചർച്ചകളാണ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഓരോ ആളുകളും പങ്കെടുത്ത് ഈ BC-മാർ അവരുടെ അഭിപ്രായമാണ് പറയുന്നത്. അല്ലാതെ പൂജനീയ ദർശനം വന്നിട്ട് നിങ്ങൾ അത് ചെയ്യൂ നിങ്ങൾ ഇത് എന്നല്ല പറയുന്നത്. എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവരുടെ അഭിപ്രായം പറയുകയാണ്. രേണുക, നിങ്ങൾ ചെറുതാവരുത്. നിങ്ങൾ എന്ന് പറയുന്നത് ഇതിനെ വിമർശിക്കുന്ന ആളുകൾ ചെറുതാവരുത്. നമ്മൾ വലിയ രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അതിൽ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ വിദഗ്ധന്മാർ മുഴുവൻ വരുന്നു. അതിൽ അവർ അവരുടെ അഭിപ്രായം പറയുന്നു. ഞങ്ങളത് ഓപ്പണായിട്ട് നിങ്ങളെ പോലുള്ള മാധ്യമങ്ങളിലൂടെ എല്ലാം പുറത്തേക്ക് ജനങ്ങളിലേക്ക് കാണിക്കുന്നു. മാധ്യമങ്ങൾക്ക് അവിടെ എന്തൊക്കെയാണ് സംസാരിച്ചത് താങ്കൾ വിശദീകരിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. ആദ്യം കുറെ സമയം അങ്ങനെ നഷ്ടപ്പെട്ടത് കൊണ്ട് കൂടിയാണ് ഞാനിപ്പോൾ ഇടപെടുന്നത്. ശ്യാം, ദയവായി ക്ഷമിക്കുക. ശ്രീ ഷാജർ ഖാൻ, ഇവിടെ കേരളം പോലെ ഒരു സ്ഥലം ഇതിന് വേദിയായിരിക്കുന്നു 5ാം തവണ എന്നത് കൂടി കാണണം. 4 VC-മാർ അതിൽ പങ്കെടുത്തിരിക്കുന്നു. VC-മാർ ഏതൊക്കെ ചടങ്ങുകളിൽ എങ്ങനെയൊക്കെ പങ്കെടുക്കാമെന്ന മാർഗനിർദ്ദേശങ്ങൾ ഉള്ളതാണ്. അപ്പോൾ VC-മാർ സ്വയം തോന്നലുള്ളവായി അങ്ങ് പോകുന്നതാണോ അതോ ഏതെങ്കിലും സമ്മർദ്ദങ്ങൾ അവരെ നയിച്ചു എന്നതാണോ? താങ്കൾ എങ്ങനെയാണ് ഈ മാറുന്ന വിദ്യാഭ്യാസ രംഗത്തെ കാണുന്നത്? രേണുക, ഈ RSSന്റെ RSSുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഘടന നടത്തുന്ന ഒരു ജ്ഞാനസഭയിൽ അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിൽ കേരളം പോലൊരു നാട്ടിലെ 4 വൈസ് ചാൻസലർമാർ പങ്കെടുത്തു എന്ന് പറയുന്നത് വളരെ ഷോക്കിംഗ് ആയിട്ടൊരു കാര്യമാണ്. വാസ്തവത്തിൽ അവരത് മാപ്പ് പറയുകയും അതിനോടുള്ള അവരുടെ നിലപാട് തിരുത്തുകയും ചെയ്യണം എന്നതാണ് ആദ്യമായി ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് വൈസ് ചാൻസലർമാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം RSSും സംഘപരിവാറും വളരെ ലാർജറായിട്ടുള്ള ഒരു അജണ്ടയെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മതേതര ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനങ്ങളെ പിഴുതെറിയുന്ന ഒരു ഫാസിസ്റ്റ് ഒരു നടപടിയാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹം ഇക്കാലം അത്രയും ഇപ്പോൾ ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനം സൃഷ്ടിച്ച അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിലൂടെ നമ്മൾ ആവിഷ്കരിച്ച ജനാധിപത്യ വിദ്യാഭ്യാസം, മതേതര വിദ്യാഭ്യാസം, ആ സങ്കല്പങ്ങളെ മുഴുവൻ ആ സാർവത്രിക വിദ്യാഭ്യാസത്തിൻ്റെ അകക്കാമ്പ് പോലും എടുത്തു കളയുന്നതാണ്. കേവലം സ്കിൽ മാത്രമാക്കി വിദ്യാഭ്യാസത്തെ മാറ്റി തീർക്കുന്ന വളരെ അപകടകരമായ ഒരു നയം, അതിനെ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പേരിട്ട് വിളിക്കുന്നു. അത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാതെ പാസ്സാക്കിയ നയമാണ്. ഇപ്പോൾ 2020 സെപ്റ്റംബർ മാസം നമ്മളെ രാജ്യം മുഴുവൻ അടച്ചിട്ടിരുന്ന സന്ദർഭത്തിലാണ് ഈ നയം പാസ്സാക്കിയതായി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാതെ നടപ്പാക്കുന്ന ആദ്യത്തെ ഒരു ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയാം. അപ്പോൾ അത്രയും ജനാധിപത്യ വിരുദ്ധമായൊരു നയം നടപ്പിലാക്കാൻ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്നേഹികൾ ഇന്ത്യ മുഴുവൻ അതിനെ എതിർക്കുകയാണ്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ പ്രത്യേകിച്ചും വലിയ എതിർപ്പുകൾ ഉയർന്നു വരുന്നു. കേരളം പോലൊരു നാട്ടിൽ പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ നയങ്ങൾ പലതും കേരളത്തിൽ നടപ്പിലാക്കുന്നു. നേരത്തെ ശശികുമാർ സാർ പറഞ്ഞതുപോലെ 4 വർഷ ഡിഗ്രി കോഴ്സ് നടപ്പിലാക്കുന്നു, DPEP പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നു, അക്ഷര പഠനത്തെ ഇല്ലാതാക്കുന്ന പഴയ ആ സങ്കല്പങ്ങളൊക്കെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് കേരളത്തിൽ നടപ്പിലാക്കാൻ വളരെ ആസൂത്രിതമായി നീക്കുന്നു. സർവകലാശാലകളെ അവരുടെ കാൽക്കീഴിൽ കൊണ്ടുവരാനുള്ള നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു സഭ ഇവിടെ നടക്കുന്നത്. ആ സഭയിൽ എന്തടിസ്ഥാനത്തിലാണ് ഇപ്പം വിദ്യാഭ്യാസ മന്ത്രിയോ കേരളത്തിലെ ഗവൺമെൻറ്റോ അല്ലല്ലോ പറയേണ്ടത്. അവർ പറഞ്ഞാലും ഇല്ലെങ്കിലും വൈസ് ചാൻസലർമാർ ഇതിൽ പങ്കെടുക്കാൻ പാടില്ലല്ലോ. കാരണം വൈസ് ചാൻസലർ എന്ന് പറയുന്നത് ആരാണ്? ഒരു സർവകലാശാല ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ വൈജ്ഞാനികമായ കേന്ദ്രമാണ്. ഏറ്റവും ഉയർന്ന മതേതരമായ ഒരു സങ്കല്പത്തിൻ്റെ ഒരു ഉത്തുംഗമായ സ്ഥാപനമാണ്. ജനാധിപത്യത്തിൻ്റെയും ഒരു ജനതയുടെ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ള ആശയങ്ങൾ പ്രദർശിപ്പിക്കേണ്ടുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് വൈസ് ചാൻസലർ. അപ്പോൾ ആ വൈസ് ചാൻസലർ ഇതേപോലെ ഏതെങ്കിലും ഒരു വർഗീയ പ്രസ്ഥാനത്തിൻ്റെയോ ഒരു മതസംഘടനയുടെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു പ്രോഗ്രാമിൽ പോവുക എന്ന് പറയുന്നത് ഒരു പതനമാണ്. അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വ്യക്തിപരമായ ആശയങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാം. പക്ഷേ വ്യക്തിപരമായ ആശയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ശരി, ഒരു സമൂഹത്തെ പ്രതിനിധാനം ചെയ്യാൻ ചുമതലപ്പെട്ട ആളുകൾ എന്ന നിലയ്ക്ക് അതിൻ്റെ വൈജ്ഞാനിക സമൂഹത്തെ, ഒരു സമൂഹം എന്ന് പറയുമ്പോൾ വൈജ്ഞാനികമായ സാംസ്കാരികമായ വലിയ സദാചാരപരമായ ധാർമ്മികമായ മൂല്യങ്ങളെ
പ്രതിനിധാനം ചെയ്യേണ്ട ഒരാളാണ് വൈസ് ചാൻസലർ. അപ്പോൾ അങ്ങനെയുള്ളൊരു വൈസ് ചാൻസലർ എന്ത് കാരണം എന്ത് ന്യായം പറഞ്ഞിട്ടാണെങ്കിലും ശരി ഇങ്ങനെയുള്ള വേദികളിൽ പങ്കെടുക്കാൻ പാടില്ല, അത് തിരുത്തുക തന്നെ വേണം. എന്ന് മാത്രമല്ല, ഇതിൻ്റെ അജണ്ടയെ സംബന്ധിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. വളരെ ആസൂത്രിതമായി ചില നീക്കങ്ങൾ ഇപ്പോൾ എന്താ പറയുക സെൻട്രലൈസ് ചെയ്യുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസം ഇപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റിലാണല്ലോ. പക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയം UGCയിലൂടെയും കേന്ദ്ര സർക്കാരിൻ്റെ സർക്കുലറുകളിലൂടെയും ഇന്ത്യയിൽ എന്ത് പഠിപ്പിക്കണം എന്ത് പഠിപ്പിക്കരുത് എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ദേശീയ വിദ്യാഭ്യാസ നയമാണ്. അത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഫെഡറലിസത്തിൻ്റെ മുഴുവൻ തത്വങ്ങളിൽ ലംഘിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, അത്രയും ഉള്ളടക്കത്തിൽ വളരെ അപകടകരമായ അംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ല, ഇത് കേവലം കാവ്യവൽക്കരണം മാത്രമല്ല. ഇപ്പം പലരും കരുതിയിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് RSSൻ്റെയോ BJPയുടെയോ ചില സങ്കുചിതമായ ചില വർഗീയമായ കാവ്യവൽക്കരണത്തിൻ്റെ അജണ്ടകൾ അടങ്ങിയിട്ടുള്ള ഒരു നയമാണ്. ഒരിക്കലുമല്ല. ഇത് എന്താ പറയുക, മനുഷ്യൻ്റെ വിദ്യാഭ്യാസ സങ്കല്പങ്ങളെ, മാനവികതയെ തകർത്ത് കളയുന്ന വളരെ ആസൂത്രിതമായ ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കുന്ന 5+3+3+4 എന്ന് പറയുന്ന ഘടനയിലുള്ളത്, അവരവതരിപ്പിക്കുന്ന ഉള്ളടക്കത്തിലുള്ളത്, അവരവതരിപ്പിക്കുന്ന 4 ഡിഗ്രി കോഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ഈ കോഴ്സ് ഘടനയിലും അതിൻ്റെ ഉള്ളടക്കത്തിലും അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതിലൂടെ കേവലം ചില തൊഴിൽ പരിശീലനം മാത്രമുള്ള, സാങ്കേതിക പരിജ്ഞാനം മാത്രമുള്ള ഒരു ജനറേഷനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവിടെ ചിന്താശേഷി, യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള കാര്യങ്ങൾ ഇതൊന്നും. അപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ നോളജ് സിസ്റ്റം ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഗംഭീരമായ ഒരു ആശയമെന്ന് തോന്നും. പക്ഷേ എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ RSS അവതരിപ്പിക്കുന്ന ഈ ജ്ഞാനസഭയിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന അതിപുരാതനമായ പഴഞ്ചൻ വിധിവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും മതമൂല്യങ്ങളും ഒക്കെ തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വേദ മാത്തമാറ്റിക്സ് അതൊക്കെ തിരിച്ചു വരികയാണ്. അപ്പോൾ അങ്ങനെ വേദ കാലഘട്ടത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോകുന്ന ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ചർച്ച. ശ്യാംരാജ് പറയുന്നത് അത്തരം ആശയങ്ങളെ സംബന്ധിക്കുന്ന ഒരു തുറന്ന ചർച്ച നടത്താനുള്ളൊരു വേദി ഒരുക്കിയെന്നാണ്. തീർച്ചയായിട്ടും അതെ. അങ്ങനത്തെ ആശയങ്ങളിലേക്ക് സമൂഹത്തെ പിന്നോട്ട് നടത്തിക്കുന്ന ആശയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു സഭ അവർ വിളിച്ചു കൂട്ടുന്നു. ആ സഭയിലേക്ക് കേരളം പോലൊരു നാട്ടിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് പേരുകേട്ട ഒരു സംസ്ഥാനത്തെ വൈസ് ചാൻസലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയിരുന്ന് ആ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ ചർച്ചയിൽ 200 VCമാർ പങ്കെടുത്തോട്ടെ. പക്ഷേ ആ 200 VCമാരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ കേരളത്തിൻ്റെ VCമാരെ പ്രത്യേകം പറയാൻ കാരണം കേരളം വ്യത്യസ്തമായൊരു നാടാണ്. കേരളം മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല, ഉത്തർപ്രദേശ് പോലെയോ ഗുജറാത്ത് പോലെയോ ഈ വർഗീയമായ ആശയങ്ങൾ താലോലിക്കുന്ന ഒരു സംസ്ഥാനമല്ലല്ലോ നമ്മുടേത്. എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്നതും എല്ലാ മതങ്ങൾക്കും എല്ലാ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും എല്ലാ രാഷ്ട്രീയ ധാരകൾക്കും ഒക്കെ പ്രവർത്തിക്കാൻ കഴിയുന്ന ജനാധിപത്യപരമായ ഒരു സംവിധാനം നിലനിൽക്കുന്ന നാടാണ്. പക്ഷേ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി R ബിന്ദു ഒരു ഘട്ടത്തിൽ ഗവർണറുമായിട്ടുള്ള ഒരു ഡീൽ ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, VCമാർക്ക് വേണമെങ്കിൽ ജ്ഞാനസഭയിൽ പങ്കെടുക്കാം എന്ന് പറയുകയുണ്ട്, ഞങ്ങൾ എതിർക്കില്ല എന്നൊരു പ്രസ്താവന നടത്തിയുണ്ടായി. ആ രാഷ്ട്രീയ പ്രസ്താവനയ്ക്ക് വളരെ വലിയ മാനങ്ങളുണ്ട്. ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മന്ത്രി പറയാൻ പാടില്ല. ശരി, ഒരു മന്ത്രിയോ പ്രോ ചാൻസലർ ആയിരിക്കാം, പക്ഷേ ഒരു മന്ത്രി പറയുന്നത് കേട്ടിട്ട് പ്രവർത്തിക്കേണ്ട ആളല്ല. അത് കേന്ദ്ര ഗവൺമെൻറ് ആകട്ടെ സംസ്ഥാന ഗവൺമെൻറ് ആകട്ടെ വൈസ് ചാൻസലർമാരും സർവകലാശാലകളും രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്ന സ്ഥാപനമാണ്. ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല സർവകലാശാല. അത് വൈസ് ചാൻസലർമാർ മനസ്സിലാക്കണം. അത് കേന്ദ്ര ഗവൺമെൻറ് ആകട്ടെ സംസ്ഥാന ഗവൺമെൻറ് ആകട്ടെ. തീർച്ചയായും ആ ബോധം ആദ്യം ഉണ്ടാകേണ്ടത് വൈസ് ചാൻസലർമാർക്ക് തന്നെയാണ്. നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചെത്താം, മറ്റ് അതിഥികളിലേക്കും ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ RS ശശികുമാർ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രോ VC പറയുന്നതിനനുസരിച്ച് നിലപാടെടുക്കേണ്ടവരല്ല VCമാർ. അവർ പങ്കെടുക്കേണ്ടുന്ന പരിപാടികളെ സംബന്ധിച്ച് ബോധമുണ്ടാകണം. അവർ സ്വീകരിക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ച് ബോധമുള്ളവരായിരിക്കണം. ഇവിടെ ഇപ്പോൾ ഈ പരിപാടിയിൽ 200 VCമാരാണ് പങ്കെടുത്തിരിക്കുന്നത്. കേരളത്തിൽ താൽക്കാലിക VCമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. UGC റെഗുലേഷൻ അനുസരിച്ചാണ് എങ്കിൽ ഇനിയുള്ള നിയമനങ്ങൾ അത് കേന്ദ്രത്തിൻ്റെ കൂടി താല്പര്യമനുസരിച്ച് മാത്രമേ, അല്ലെങ്കിൽ ആ താല്പര്യത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന സാഹചര്യം സംജാതമായത് നമുക്കറിയാം. അപ്പോൾ വളരെ അപകടകരമായ സ്ഥിതിയിൽ എത്തി നിൽക്കുന്നു. ഇനി ഇതിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകില്ല എന്ന സാഹചര്യമാണോ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്? അല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും ചുവപ്പുവൽക്കരിച്ചത് CPM ആണ്.
ഇത്ര കണ്ട് പൊളിറ്റിക്കലൈസ് ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇത് തുടങ്ങിയത് JNUവിലാണ്. JNUവിലെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തും JNUവിന്റെ അപ്രമാദിത്വം CPMനായിരുന്നു. അവിടെ SCPയും അവിടെ SFI വളർത്തുക, അധ്യാപക സംഘടനകൾ, പ്രൊഫസർമാർ എല്ലാം CPMനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം അവിടെ കോൺഗ്രസിന്റെ ഇടപെടൽ ഡയറക്റ്റായിട്ട് ഉണ്ടാവാറില്ല. അപ്പോൾ അവരുടെ ഒരു വികാര കേന്ദ്രമായപ്പോൾ അതിന് നേരെ മറിച്ച് അതിന്റെ മറ്റൊരു കോയിനാണ് BJP. ഇന്ന് JNUവിൽ എന്താ? JNUവിൽ അതിന് പകരം റിക്രൂട്ട് ചെയ്തേക്കുക BJPക്കാരെ. ഞാൻ ചുവപ്പുവൽക്കരിക്കുന്നതും കാവ്യവൽക്കരിക്കുന്നതും എല്ലാം വിദ്യാഭ്യാസ ദോഷമാണ്. പക്ഷെ അതിന് തുടക്കം കുറിച്ചത് BJPയെക്കാളും മുമ്പ് ഈ CPM ആണ്. ഏറ്റവും ഇവിടെ വിദ്യാഭ്യാസത്തിൽ കൂടി ഞങ്ങളുടെ പാർട്ടി വളർത്തുക എന്നുള്ളത് അവരുടെ സ്ട്രാറ്റജിയാണ്. അത് കേരളത്തിലെന്താ? കേരളത്തിലെ VCമാരൊക്കെ നിയമിച്ച് നമുക്കറിയാമല്ലോ. ഇന്ന് ഈ ഉന്നത വിദ്യാഭ്യാസം ഇത്രയും തകർന്ന് തരിപ്പണമാവുന്നതിന് കാര്യം എന്താ? അവരുടെ ചില റബ്ബർ സ്റ്റാമ്പുകളെ വൈസ് ചാൻസലർമാരുടെ നിയമിച്ചു. ആ നിയമിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്താ ഡോക്ടർ രവീന്ദ്രനെ കുറിച്ച് അവിടെ ഒരു സിൻഡിക്കേറ്റ് മെമ്പറാണെന്ന് ഇപ്പോൾ ഞാൻ നേരത്തെ സംസാരിച്ചത്, അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പറാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇന്നിവിടെയുള്ള ഡോക്ടർ രവീന്ദ്രനെ കുറ്റം പറയാൻ യോഗ്യതയുള്ള ഒരു സിൻഡിക്കേറ്റ് മെമ്പറും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലില്ല. അവരെവരെക്കാളും ഏറ്റവും അക്കാഡമിക്കായിട്ടായാലും പ്രായോഗികമായിട്ടായാലും സർവകലാശാലയെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരാളാണ് ഡോക്ടർ രവീന്ദ്രൻ. അഭിമാനത്തോടെ പറയട്ടെ, ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ്. അദ്ദേഹം അവിടുത്തെ കോൺഗ്രസ് അധ്യാപക സംഘടന പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ കോൺഗ്രസിന് അനുകൂലമായിട്ടല്ല. പക്ഷേ CPMന് പലതും ദഹിക്കില്ല. കാരണം ഇന്നലെ വരെകളിൽ അവിടെ വെട്ടിനിർത്തുകയായിരുന്നു. അപ്പൊ അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ കോൺഗ്രസിന് ഗുണം ചെയ്യും, അത് CPMന് ദോഷം ചെയ്യുമ്പോൾ അതിൽ പരിതപിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ എന്താ, ഞാനൊരു കാര്യം പറയട്ടെ, വൈസ് ചാൻസലർമാർ, എന്റെ ഈ അഭിപ്രായം, ഇങ്ങനെയുള്ള സമിതികൾ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സമ്മേളനം നടക്കുമ്പോൾ മുൻകാലങ്ങളിലും CPMന്റെ വിദ്യാഭ്യാസ സമ്മേളനത്തിലും കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിലും CPM വൈസ് ചാൻസലർമാർ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പറയും, ഇനിയിപ്പോൾ കോൺഗ്രസ് ഒരു സമ്മേളനം നടത്തുന്നുണ്ട്, അതിൽ വൈസ് ചാൻസലർമാർ പങ്കെടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക്. എന്തെന്നറിയാം, അവരുടെ അറിവ്, അവർക്ക് ഇതിനെക്കുറിച്ചുള്ള വീക്ഷണം അവിടെ ഞങ്ങളെ ജനത്തിനെ അറിയിക്കണം. അല്ലാതെ അതിലൂടെ അവര് ഒരു CPMന്റെ സമ്മേളനത്തിൽ പോയാൽ അയാൾ തന്നെ CPM ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ ഉള്ള വേദിയാക്കി മാറ്റണം. ഇവിടെ ബിജുകുമാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും CPM ശുപാർശ ചെയ്ത് നിയമിക്കപ്പെട്ട VC-ആണെന്നാണ് പറയുന്നത്. വളരെ മിടുക്കനായിട്ടുള്ള, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫസറാണ് അദ്ദേഹം. അദ്ദേഹത്തെ രാജിവെച്ച് പോകണം. ശിവൻകുട്ടിക്ക് അദ്ദേഹത്തിന്റെ ഡിഗ്രി വായിക്കാൻ അറിയില്ലല്ലോ. അത് രാജിവെച്ച് പോകണം CPMന്റെ നേതാവായ ശിവൻകുട്ടി പറഞ്ഞിരിക്കുക. അടുത്തത് വേറൊന്നും കൂടെ പറയാം. ഇവിടെ ഇവർ പ്രയാസപ്പെട്ടൊരു കാര്യമില്ല. ഈ ഡോക്ടർ ചന്ദ്രശേഖരൻ കേരള യൂണിവേഴ്സിറ്റിയിലെ CPM അധ്യാപക സംഘടന പ്രസിഡന്റ് മാത്രമല്ല, CPMന്റെ അവിടുത്തെ ഏരിയ കമ്മിറ്റിയുടെ ഒക്കെ ചാർജുള്ള ആളാ. ഇപ്പോ കാശ്മീർ ക്ലസ്റ്റർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാ. ഇവിടെ ആർക്കൊന്നും പറയാനില്ലേ? എന്തുകൊണ്ട് CPM അതിനെതിരെ പ്രതികരിക്കുന്നില്ല? ഇപ്പോ ഗവർണർ 4 പേരെ സംസ്കൃത സർവകലാശാലയിൽ നേരിട്ട് സിൻഡിക്കേറ്റ് മെമ്പർമാരെ നിയമിച്ചു. അതിനെതിരെ ഞങ്ങൾ കത്ത് കൊടുത്തേക്കുക. കാരണം 4 പേരും BJPയുടെ RSന്റെ അനുഭാവികളാണ്. പക്ഷെ RS അനുഭാവിയാണ്ട് തെറ്റില്ല. പക്ഷേ ശ്രീ R ശശികുമാർ, താങ്കൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഒക്കെയുള്ള ആളുകൾക്ക് പോലും ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന ഔചിത്യം തോന്നിയില്ലല്ലോ. അതിന്റെ കാര്യമില്ല. ഞാൻ പറയുന്നത് ഇനി അതിന്റെ കാര്യമില്ല. കാരണം ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് അവരുടെ അഭിപ്രായം പറയട്ടെ. ഇപ്പൊ പുതിയൊരു രീതി വന്നേക്കല്ലേ, ഇനി അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് പോട്ടെ. മന്ത്രി തന്നെ പച്ചക്കൊടി കാണിച്ചിട്ട് ഇപ്പൊ പാർട്ടി വരയ്ക്കേണ്ട പിന്നെ ഉദ്ദേശം വേറെയാ. അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, സംസ്കൃത സർവകലാശാല 4 പേരെ VC-മാരായിട്ട് സിൻഡിക്കേറ്റായി നിയമിച്ചു. എന്തുകൊണ്ട് ഗവർണർക്കെതിരെ CPM പ്രതികരിച്ചില്ല? അതിനകത്തുള്ള 2 പേരും അവിടെ ജൂനിയർ ആയിട്ടുള്ള അധ്യാപകരാ. ഒരാൾ ക്വാളിഫൈഡ് ആണ്, മറ്റൊരാള് ഈ BJPക്ക് വേണ്ടി ആളുകളുടെ പേര് ശുപാർശ ചെയ്യുന്ന ഭാര്യയെ നിയമിച്ചേക്കുക. എന്താ CPMനെ അപ്പൊ CPMന് മന്ത്രിക്കും ഗവർണറുമായിട്ട് ലോഹ്യം കൂടണം. വെളിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ RSനെതിരായിട്ടെന്ന് പറയാം. ഈ കള്ളക്കളിയാണ് ഇവിടെ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കോൺഗ്രസ് അനുഭാവിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ പറയുന്നതും ഏകദേശം ഇപ്പോൾ അതുപോലെ തന്നെയല്ലേ? പങ്കെടുക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്നാണ് താങ്കൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ട് പങ്കെടുക്കട്ടെ എന്ന സമീപനം താങ്കളും പറയുമ്പോൾ, എന്നിട്ട് താങ്കൾ എങ്ങനെയാണ് ആർബിന്ദുവിനെ കുറ്റപ്പെടുത്തുന്നത്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മുടെ സമയം പോവുകയാണല്ലോ. ലിജീഷ്, ഇവിടെ ഇപ്പോ മന്ത്രി ആദ്യം ഒരു നിലപാട് പറയുന്നു, പിന്നീട് CPM സംസ്ഥാന സെക്രട്ടറി തിരുത്തുമ്പോൾ മറ്റൊരു നിലപാട്, അത് കുറച്ച് കടുപ്പിച്ച് തന്നെ പറയുന്നു. മന്ത്രി V ശിവൻകുട്ടി ഇവർക്കെതിരെ നടപടിയെടുത്ത് കളയും, പുറത്താക്കി കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. നടപടിയെടുക്കാനുള്ള യാതൊരു വകുപ്പുമില്ല എന്നിരിക്കെ ഇതൊക്കെ ആരെ കാണിക്കാനാണ് എന്നൊരു ചോദ്യം വരുമല്ലോ. മാത്രവുമല്ല, ആദ്യം
ആദ്യം അങ്ങനെ ഒരു സന്ദേശം കൊടുക്കാൻ പോലും പറ്റിയില്ല എന്ന കാര്യം വരുന്നു. അവിടെയാണ് ഒത്തുതീർപ്പുകളെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. കേരള യൂണിവേഴ്സിറ്റിയിൽ വലിയ രീതിയിലുള്ള സമര കോലാഹലങ്ങളൊക്കെ നടന്നു. പിന്നീട് പെട്ടെന്ന് എല്ലാം കെട്ടടങ്ങുന്നത് കണ്ടു. VC അദ്ദേഹം പറഞ്ഞ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതുമാണ് കാണുന്നത്. അപ്പോൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കോംപ്രമൈസുകൾ ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് സംശയമുണ്ടാകും. അതെ അതെ, കേരള യൂണിവേഴ്സിറ്റിയിൽ ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് മനസ്സിലായില്ല. VCയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ നിലപാടിൽ ഉറച്ചു വെക്കുന്നു. അതല്ലേ നിങ്ങളിപ്പോ പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് ഒത്തുതീർപ്പിന്റെ പ്രശ്നം വരുന്നത്? ഒത്തുതീർപ്പിന്റെ പ്രശ്നം ഇല്ല. യഥാർത്ഥത്തിൽ നിയമം എന്താണോ അത് സമരങ്ങളുണ്ടാവും. സമരങ്ങളെ ഉദ്ദേശിച്ചവർ എല്ലാ ദിവസവും അല്ല അങ്ങനെയല്ല. സമരം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരേപോലെ അവിടെ സ്തംഭിപ്പിക്കുകയും VCയുടെ ചേംബർ ഉപരോധിക്കുകയും പിന്നെ പോലീസുമായി അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ അല്ല. ഒത്തുതീർപ്പ് എന്താണ്? ഞാനതാ ചോദിക്കുന്നത്. നിങ്ങൾ ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞാൽ VC നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞു, രേണുക തന്നെ ഇപ്പൊ പറഞ്ഞു അവസാനം ഈ VCയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. രജിസ്ട്രാറുടെ അതുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിൽ ഉറച്ചു വെക്കുന്നു. അവിടെ അല്ല, VC വഴിക്ക് വരിക എന്നുള്ളതല്ല. VCന്റെ വഴിക്ക് തന്നെയാണ് പോകേണ്ടത്. കാരണം എന്താ പ്രശ്നം എന്നറിയോ? VCക്കുള്ള അധികാരം പ്രയോഗിക്കാൻ പറ്റൂ കേരള സർവകലാശാലയിൽ. ഇല്ലാത്ത അധികാരം ചാൻസലറോ അല്ലെങ്കിൽ RSSന്റെ ആളുകളോ പറഞ്ഞു കൊടുത്ത പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിന് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് രജിസ്ട്രാർ ഇപ്പോഴും രജിസ്ട്രാറായി തുടരുന്നതും രജിസ്ട്രാർ ഇപ്പോഴും ശമ്പളം വാങ്ങുന്നതും രജിസ്ട്രാർ ഇപ്പോഴും വാഹനം ഉപയോഗിക്കുന്നതും. അതുകൊണ്ടാണ് അതിന്റെ അധികാരം സിൻഡിക്കേറ്റിനാണ്. അപ്പൊ എന്താണോ അധികാരം, ആരാണോ പ്രയോഗിക്കേണ്ടത്, അതൊക്കെ വളരെ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട് പുസ്തകത്തിൽ, നമ്മുടെ സ്റ്റാറ്റ്യൂട്ടിനകത്ത്. അത് അതിന്റെ വഴിക്ക് പോകും. അല്ലാണ്ട് ഒത്തീർപ്പിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ആർക്കെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് വ്യക്തമാക്കി കൊടുക്കും. ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് ഉന്നത വിദ്യാഭ്യാസം അതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തും. ആർക്കാവട്ടെ അത് വ്യക്തത വരുത്തി കൊടുക്കും. പക്ഷേ പണിയെടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് രജിസ്ട്രാർ? അത് പണിയെടുക്കാനൊക്കെ പറ്റും. പണിയൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. VC എന്ന് പറഞ്ഞാൽ രാജാവോ VCയുടെ അല്ല, ഞങ്ങൾ പറയട്ടെ, VCയുടേതായ അധികാരങ്ങളുണ്ട്. വാഹനം ഉപയോഗിക്കുന്നതോ പോകുന്നതോ അല്ലല്ലോ ചുമതല നടക്കുന്നുണ്ടോ എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ അർപ്പിതമായിട്ടുള്ള പണിയെടുക്കാൻ പറ്റുന്നുണ്ടോ? അത് പറ്റുന്നില്ല. എടുക്കുന്നുണ്ട്. VCക്ക് പോയതിനു ശേഷമല്ല രജിസ്ട്രാർക്ക് ഫയൽ പോവുക. രജിസ്ട്രാർക്ക് പോയതിനു ശേഷമാണ് VCക്ക് ഫയൽ വരിക. അതൊക്കെ അവിടെ നടക്കേണ്ടതൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും നടക്കാതെ യൂണിവേഴ്സിറ്റി ഒന്നും പോവില്ല. അല്ലാണ്ട് വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ ഞാനാണെല്ലാം എന്ന് ചിന്തിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഷണ്ടന്മാരുടെ സ്വർഗത്തിലാണ്. അത് ഞാൻ പറഞ്ഞു വെക്കാം. അത് അവിടെ നിൽക്കട്ടെ. ഒന്ന് രണ്ട് കാര്യം കൂടി പറയാണ്ട്. ഇവിടെ നേരത്തെ പ്രതിനിധി പറഞ്ഞല്ലോ, നിങ്ങൾ പ്രധാനമായിട്ട് ഞാനത് ആദ്യമേ സൂചിപ്പിച്ചത് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്ന് വളരെ കൃത്യമായി എന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളിത് രാഷ്ട്രീയ നിരീക്ഷകർ, വേറെ ആളുകൾ, മറ്റുള്ളതെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച് അവസാനം ഇവരൊക്കെ പറയുന്നത് എന്താ നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ പറയുന്നത് എന്താ? ഇപ്പൊ നേരത്തെ പറഞ്ഞ ആള് പിന്നെ ബഹുമാനപ്പെട്ട ആള് പറഞ്ഞു BJP ആണ്, പക്ഷേ കോൺഗ്രസിന്റെ അനുഭാവിയാണെന്ന് പറയുന്നു. ഞാൻ പറയട്ടെ, അതിൽ പറഞ്ഞത് എന്തൊക്കെ അവാസ്തവമായ കാര്യങ്ങളാണ് പറയുന്നത്. JNUവിനകത്ത് ഞങ്ങൾ അവിടെ എല്ലാം ചുവപ്പ് പരവതാനി വിരിച്ചെല്ലാം നടപ്പിലാക്കി. ഞങ്ങൾക്ക് അവിടെ വിദ്യാർത്ഥി സംഘടന നേതൃത്വമല്ലേ പറ്റുള്ളൂ. അവിടുത്തെ അധ്യാപകരെ നിയമിക്കുന്നത് ഞങ്ങളാണോ? അവിടുത്തെ ഭരണം ഞങ്ങളാണോ? കേന്ദ്ര സർവകലാശാലയാണത്. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ്. അത് ഞങ്ങൾ അങ്ങനെയാക്കി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വൈസ് ചാൻസലർമാര് ഉന്നത വിദ്യാഭ്യാസ മേഖല തകർത്ത് തരിപ്പണമാക്കി. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയൊക്കെ തകർത്ത് തരിപ്പണമായി എന്ന് പറഞ്ഞ ആശ്വാസം കൊണ്ടിരിക്കുക ഇവിടെയുള്ള ആളുകളൊക്കെ. നേരത്തെ പറഞ്ഞല്ലോ, ഷാജർ ഖാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഇവിടെ കേന്ദ്രത്തിന്റെ നടപ്പിലാക്കാൻ കേരളവും നടപ്പിലാക്കണം. അങ്ങനെയല്ല. 4 വർഷ ബിരുദം എന്ന് പറഞ്ഞാൽ ഇവിടെ കേരള ഗവൺമെന്റ് ശ്യാംബി മേനോൻ കമ്മീഷനെ വെച്ച് പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയതാണ്. അല്ലാണ്ട് NEPയുടെ പരിഷ്കാരം അതേപടി നടപ്പിലാക്കി എടുത്തും കൊണ്ട് വെച്ചോന്നല്ല. അതൊക്കെ ഇത് മനസ്സിലാക്കാൻ പറയാം. NEP എന്താണ്, കേന്ദ്ര വിദ്യാഭ്യാസ നയം എന്താണ്, അതിനകത്ത് എന്തൊക്കെയാണ് ഇവന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്, അതാണോ കേരളത്തിനകത്ത് 4 വർഷ ബിരുദത്തിൽ നടപ്പിലാക്കുന്നതെന്നൊക്കെ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. നടപ്പിലായല്ലോ. ഇപ്പോ നടപ്പിലാവുകയും ചെയ്തു. വളരെ ഭംഗിയായി മാതൃകയായി അത് നടക്കുന്നുണ്ട്. ഇപ്പൊ ആളുകൾക്കൊക്കെ ഇത് തകർന്ന് തരിപ്പണായി എന്ന് വിശ്വസിച്ചപ്പോ കുത്തിരിക്കുകയാണ്. ഇനി അത് മാത്രമല്ല, ഇപ്പൊ ശിവൻകുട്ടി പറഞ്ഞു, അതുപോലെ തന്നെ മറ്റു മന്ത്രിമാർ അഭിപ്രായം പറഞ്ഞു. ഞങ്ങളെ മന്ത്രിമാരൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. ഇത് നമുക്കങ്ങനെ തള്ളിക്കളയേണ്ട വിഷയമല്ല. നേരത്തെ ഇവിടെ പൊലിപ്പിച്ചൊക്കെ പറഞ്ഞല്ലോ, എന്തോ വിജ്ഞാന സഭയെ പറ്റിയൊക്കെ വല്ലാതെയൊക്കെ പറഞ്ഞു, എന്തൊക്കെയോ ആക്കാൻ കൊണ്ടുവരികയാണ് എത്താന്നൊക്കെ പറഞ്ഞു. RSS എന്താണെന്ന് കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ ആരെയും പറഞ്ഞു കൊടുക്കണോ? അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത് കേരളത്തിനകത്ത്?
RSS എന്താന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. മതനിരപേക്ഷമായി ഇന്ത്യക്കകത്ത് ചിന്തിക്കുന്ന ജനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് പറയുന്ന തുരുത്ത്. അവിടെയുള്ള VC-മാർ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിനെതിരായി ശബ്ദമുയർത്തും, അതിനെതിരായി നിലപാട് പറയും. അതിനെതിരായി എന്തെങ്കിലുമൊക്കെ നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ, മറ്റ് നടപടികളിലേക്കോ നിങ്ങൾ പറഞ്ഞു, അതിനൊക്കെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷേ ശമ്പളം കൊടുക്കുന്നത് ഉൾപ്പെടെ കേരള ഗവൺമെന്റ് ആണെന്ന ബോധ്യം വൈസ് ചാൻസലർമാർക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. കേരള ഗവൺമെന്റ് ആണ് എല്ലാവർക്കും ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത്. കേരള സർവകലാശാലയാണ്. ശ്രീ ശ്യാംരാജ്, ആരിഫ് മുഹമ്മദ് ഖാന്റെ സമയം മുതലാണ് കേരളത്തിൽ സർവകലാശാലകൾ ഇമാതിരിയുള്ള അതിന്റെ പ്രവർത്തനങ്ങളെ പോലും തടസ്സപ്പെടുത്തുന്ന വിധമുള്ള രാഷ്ട്രീയ കളികൾ നടക്കുന്നതും അലോസരങ്ങൾ ഉണ്ടാകുന്നതും. ഇതിപ്പോൾ അതിനേക്കാൾ കൂടുതൽ ശക്തമായി അർലേക്കർ തുടരുകയാണോ? അതാണോ അദ്ദേഹത്തിന്റെ ദൗത്യം? രേണുക തന്നെ ഒരു ചോദ്യം, രേണുക ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉത്തരത്തിനോട് ചോദിച്ചു എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് BJPക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ എന്ന് തന്നെയാണ്. ഞങ്ങൾ അതിൽ കക്ഷികളല്ല. ഇത് ഞങ്ങൾ ഇതിനു മുമ്പും ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്. അതിൽ രേണുകയുടെ ആശയമോ രാഷ്ട്രീയമോ കുത്തി കയറ്റിയിട്ട് കാര്യമില്ല. ഇനി എനിക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ആളുകളുടെയൊക്കെ ചില കാര്യങ്ങൾക്ക് മറുപടി കൂടി എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ഇതിനകത്ത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോ മറ്റാരാണെങ്കിലും അസഹിഷ്ണുതരായിട്ട് കാര്യമില്ല എന്ന്. ഞങ്ങൾ ഒരു പരിപാടിക്ക് വിളിച്ചു. ഈ നാട്ടിലെ ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുമില്ല. ഞങ്ങൾ പരിപാടിക്ക് വിളിച്ചു. ഈ രാജ്യത്തെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള VC-മാര്, റിസർച്ച് സ്കോളേഴ്സ് എല്ലാം വന്നു. അവരുടെ അതിമനോഹരമായ പരിപാടികൾ നടന്നു. അവരുടെ ആശയങ്ങൾ പറഞ്ഞു, അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അവർ തിരിച്ചുപോയി. അത് അവിടെ തീർന്നു. ഞാൻ പറഞ്ഞില്ല, ഇനിയും ഞങ്ങൾ നടത്തുന്നു. നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിന് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ? കേരളത്തിലെ ക്യാമ്പസുകൾ അടക്കം നിങ്ങളുടെ രാഷ്ട്രീയ കോട്ടകളാക്കി പിടിച്ചു വെക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചപ്പോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആശയങ്ങൾ ആ ക്യാമ്പസിനകത്ത് ഉയർന്നു വരുമ്പോഴുള്ള അസഹിഷ്ണുതയും പേടിയുമാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഭാര്യയ്ക്ക് ഒരു ജോലി എന്ന് പറയുന്ന സ്കീം നടത്തിയിട്ട് ഏതെങ്കിലും ഒരു BJP-കാരന്റെ ഭാര്യമാർക്ക് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ജോലി കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മുടെ സ്പീക്കറായിട്ടുള്ള ഷംസീറിന്റെ ഭാര്യ അടക്കമുള്ള ആളുകൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ജോലിക്ക് കയറിയപ്പോ ഇറങ്ങിപ്പോന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എത്ര CPM നേതാക്കന്മാരുടെ ഭാര്യമാരുടെ ശരി, അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി എന്തായാലും നമുക്ക് അതിലേക്ക് പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ ശ്യാംരാജ്, അവസാനമായി ശ്രീ ഷാജിദ് ഖാൻ, ഇവിടെ ഇപ്പോ കൃത്യമായ അജണ്ടകളോടുള്ള നീക്കങ്ങൾ നടന്നു വരികയാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണോ സാഹചര്യം? ഇപ്പോൾ മന്ത്രിമാർ നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള വകുപ്പുകളില്ല എന്നത് നമുക്കറിയാം. അപ്പോൾ കോംപ്രമൈസ്, സർവകലാശാലകളുടെ പ്രവർത്തനം തടസ്സപ്പെടുമ്പോൾ കോംപ്രമൈസ്, പിന്നെയും ഏറ്റുമുട്ടൽ, പിന്നെയും കോംപ്രമൈസ് എന്ന നിലയിൽ അങ്ങ് മുന്നോട്ട് പോകുമോ? അല്ല, ഈ സർവകലാശാല എന്താണ് എന്നതിനെ സംബന്ധിക്കുന്ന ധാരണയില്ലായ്മയിൽ നിന്നാണ് ഈ സംസാരമൊക്കെ. അത് മന്ത്രിമാരോ ഗവൺമെൻറ്റോ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല സർവകലാശാല. സർവകലാശാല സ്വതന്ത്രമായ ഒരു ജനാധിപത്യ സമിതിയാണ്, ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്, ഒരു വൈജ്ഞാനിക പ്രസ്ഥാനമാണ്. അതിൻ്റെ സ്വാതന്ത്ര്യത്തിലും അതിൻ്റെ ഇൻഡിപെൻഡൻസിലും മറ്റാരും ഇടപെടാൻ പാടില്ല. സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും അവരെല്ലാം ബാഹ്യശക്തികളാണ്. എന്തിന് ഗവർണർ പോലും ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ് സർവകലാശാലയെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് സർവകലാശാല അതിനുള്ളിലുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ സമിതികളാണ് അത് തീരുമാനിക്കേണ്ടത്. അവിടെ കരിക്കുലം തീരുമാനിക്കേണ്ടത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ തീരുമാനിക്കേണ്ടത്, അതിൻ്റെ ഭരണപരമായ നിർവഹണം ഒക്കെ തീരുമാനിക്കേണ്ടത് അവരാണ്. അവിടെ മറ്റാരും ഇടപെടാൻ പാടില്ല. അവരെ രാഷ്ട്രീയക്കാർ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാനിപ്പുലേഷൻസ് നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. സംസ്ഥാന ഗവൺമെൻറ് ഭരിക്കുന്നത് ആരാണോ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ ആളുകളെ അതിനകത്ത് തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് അവരുടെ അധികാരം ഉപയോഗിച്ച് UGC അല്ലെങ്കിൽ ഫണ്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരുടെ നയങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. സർവകലാശാലയുടെ സ്വയംഭരണാവകാശത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ പക്ഷം പിടിക്കാൻ നമുക്ക് പറ്റില്ല. ആ പക്ഷങ്ങൾക്കെതിരെ വിദ്യാഭ്യാസത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ, അതിൻ്റെ സ്വതന്ത്ര സ്വഭാവത്തെ, സർവകലാശാലകളുടെ സ്വയംഭരണാവകാശത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ആ സർവകലാശാലകളെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പ്രധാനമായും നിർവഹിക്കേണ്ട ആളിൻ്റെ പേരാണ് വൈസ് ചാൻസലർ എന്ന് പറയുന്നത്. ആ വൈസ് ചാൻസലർ ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു കൊടി പിടിക്കുന്ന ആളാകാൻ പാടില്ല. അങ്ങനെയുള്ളൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതിനിധിയാകാൻ പാടില്ല. അവിടെ കുറെ കൂടി എന്താ പറയുക, ഒരു സാർവദേശീയമായ ഒരു കാഴ്ചപ്പാടിലാണ്, ഒരു ദേശീയമായ കാഴ്ചപ്പാട് പോലുമല്ല സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് ഉണ്ടാകേണ്ടത് എന്ന കാര്യം വിനയപുരസരം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും എന്തായാലും സ്വയം തിരുത്തലിന് VC-മാർ തയ്യാറാകട്ടെ എന്ന് നമുക്ക് കാത്തിരിക്കാം. മന്ത്രി നടപടി എന്നതൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെങ്ങോട്ട് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നത് കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.